ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ 6th എപ്പിസോഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് 5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിനൊക്കെ വളരെയധികം നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ജോ വാസ് ദി സൺ ഓഫ് എ ഫാമർ. സൺ എന്ന് പറഞ്ഞാൽ മകൻ, ഫാമർ എന്ന് പറഞ്ഞാലോ കർഷകൻ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ജോ ഒരു കർഷകന്റെ മകനായിരുന്നു. ഹിസ് ഫാദർ വാസ് പുവർ ആൻഡ് ജോ വർക്ക്ഡ് ഓൺ ഹിസ് ഫാം ഫോർ എ ലോങ് ടൈം. ഹിസ് ഫാദർ വാസ് പുവർ എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ അച്ഛൻ അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ ദരിദ്രനായിരുന്നു. ആൻഡ് ജോ വർക്ക്ഡ് ഓൺ ഹിസ് ഫാം എന്ന് പറഞ്ഞാലോ ജോ ജോലി ചെയ്തു. വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തു. എവിടെയാണ് ജോലി ചെയ്തത്? ഓൺ ഹിസ് ഫാം, അതായത് അച്ഛൻ്റെ ഫാമിൽ ജോലി ചെയ്തു. ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാലോ കുറേ നാളത്തേക്ക് ജോലി ചെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിസ് ഫാദർ ഡൈഡ് ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ആൻഡ് ജോ സെഡ് ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റേ ഹിയർ നൗ. ഹിസ് ഫാദർ ഡൈഡ് ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാദർ ഡൈഡ് എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചു. ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. ആൻഡ് ജോ സെഡ്, ജോ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റേ ഹിയർ നൗ. സ്റ്റേ എന്ന് പറഞ്ഞാൽ താമസിക്കുക. ഹിയർ നൗ എന്ന് പറഞ്ഞാലോ ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റേ ഹിയർ നൗ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ താമസിക്കണ്ട എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ വിൽ സെൽ ദിസ് ഫാം ആൻഡ് ബൈ അനദർ വൺ ഇൻ എ ബെറ്റർ പ്ലേസ്. ഇവിടെ പറയാണ് ഐ വിൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താ? സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. അപ്പോൾ ഈ ഫാം വിൽക്കുമെന്ന് പറയാണ്. ഐ വിൽ സെൽ ദിസ് ഫാം ആൻഡ് ബൈ അനദർ വൺ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. അനദർ വൺ എന്ന് പറഞ്ഞാലോ വേറെ ഒരെണ്ണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ എ ബെറ്റർ പ്ലേസ്. ബെറ്റർ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടി നല്ലൊരു സ്ഥലത്ത് വാങ്ങും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഐ വിൽ ബി റിച്ച്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ വേറൊരു സ്ഥലത്ത് ഒരു ഫാം വാങ്ങും, ഇതിനേലും നല്ലൊരു സ്ഥലത്ത് വേറൊരു ഫാം വാങ്ങും. ദെൻ ഐ വിൽ ബി റിച്ച്. അപ്പോൾ എന്താകും? ഞാൻ ധനികനാവും എന്ന് പറയാണ്. ഹി ബോട്ട് എ ഫാം ഇൻ ദ ഈസ്റ്റ് ഓഫ് ദി കൺട്രി ബട്ട് ദെൻ വൺ ഓഫ് ഹിസ് നെയ്ബേഴ്സ് സെറ്റ് ടു ഹിം. അപ്പോൾ ആ സെൻറ്റൻസ് കഴിഞ്ഞിട്ടില്ല, നമുക്കത് പറയാം. പക്ഷേ ഇതുവരെ വായിച്ചതിൻ്റെ മീനിങ് നമുക്ക് നോക്കിയിട്ട് ബാക്കിയുള്ളത് വായിക്കാം. ഹി ബോട്ട് എ ഫാം എന്ന് പറഞ്ഞാൽ എന്താ? ബോട്ട് എന്ന് പറഞ്ഞാൽ ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. ബോട്ട് എന്ന് പറഞ്ഞാലോ വാങ്ങി. അപ്പോൾ എന്താണ് വാങ്ങിയത്? ഒരു ഫാം വാങ്ങി. അപ്പോൾ ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഹി ബോട്ട് എ ഫാം, അയാൾ ഒരു ഫാം വാങ്ങി. എവിടെയാണ് വാങ്ങിയത്? ഇൻ ദ ഈസ്റ്റ് ഓഫ് ദി കൺട്രി. അപ്പോൾ കൺട്രി എന്ന് പറഞ്ഞാൽ രാജ്യം, ഈസ്റ്റ് എന്ന് പറഞ്ഞാലോ കിഴക്ക്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് അയാൾ ഒരു ഫാം, പുതിയൊരു ഫാം വാങ്ങി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബട്ട് ദെൻ, പക്ഷേ അപ്പോൾ വൺ ഓഫ് ഹിസ് നെയ്ബേഴ്സ് സെറ്റ് ടു ഹിം. നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അയൽവാസികൾ. അപ്പോൾ വൺ ഓഫ് ഹിസ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാലോ അയൽവാസികളിലെ ഒരു അയൽവാസി അയാളോട് പറഞ്ഞു. സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അയാളോട് പറഞ്ഞു. സെഡ് ടു ഹിം. എന്താണ് പറഞ്ഞത്? ദ വെദർ ഇസ് ഓഫൺ വെരി ബാഡ് ഹിയർ. അപ്പോൾ വെദർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥ. ഓഫൺ എന്ന് പറഞ്ഞാലോ പലപ്പോഴും. വെരി ബാഡ് എന്ന് പറഞ്ഞാലോ വളരെ മോശം. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കാലാവസ്ഥ പലപ്പോഴും വളരെ മോശമാണ്. ആരാണ് പറഞ്ഞത്? നെയ്ബർ അയാളോട് പറഞ്ഞു. ദ വിൻഡ് ഇസ് വെരി സ്ട്രോങ് ആൻഡ് ഇറ്റ് ബ്രേക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വെരി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രേക്സ് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടിക്കും അല്ലെങ്കിൽ തകർക്കും എന്നൊക്കെ നമുക്ക് പറയാം. വിൻഡോസ് എന്ന് പറഞ്ഞാൽ ജനലുകൾ, അതുപോലെ ഡോർസ് എന്ന് പറഞ്ഞാലോ വാതിലുകൾ. അപ്പോൾ ഇവിടെ പറയാണ് കാറ്റ് വളരെ ശക്തമാണ്, അത് ജനലുകളും വാതിലുകളും തകർക്കും എന്ന് പറയാണ്. You must build a room under the ground and then you and your family can go down there and you will be safe from the wind. You must build a room under the ground. അപ്പോൾ ബിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണിയുക എന്നാണ്. അപ്പോൾ ബിൽഡ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്താണ്? BUILT ആണ്, അതായത് ബിൽറ്റ് എന്നാണ് പറയുക. അപ്പോൾ BUILD നമ്മളിങ്ങനെ വായിക്കുക, BILD എന്ന് ആലോചിച്ച് വെച്ചാൽ മതി പ്രൊണൗൺസിയേഷൻ പറയണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുക ബിൽഡ്. മനസ്സിലായോ? മറ്റേത് എങ്ങനെയാണ്? പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ BUILT എന്ന് പറയുമ്പോൾ ബിൽറ്റ്. മനസ്സിലായില്ലേ വ്യത്യാസം? അപ്പോൾ യു മസ്റ്റ് ബിൽഡ് എ റൂം അണ്ടർ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാലോ നിങ്ങളൊരു മുറി പണിയണം. അണ്ടർ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൗണ്ടിൻ്റെ അടിയിൽ, അതായത് മണ്ണിനടിയിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ യു ആൻഡ് യുവർ ഫാമിലി ക്യാൻ ഗോ ഡൗൺ ദെയർ. ആൻഡ് ദെൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ
യു ആൻഡ് യുവർ ഫാമിലി, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ക്യാൻ ഗോ ഡൗൺ ദെയർ എന്ന് പറഞ്ഞാലോ താഴേക്ക് പോകാൻ കഴിയുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് യു വിൽ ബി സേഫ് ഫ്രം ദ വിൻഡ്. അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒപ്പം നിങ്ങൾ അവിടെ സുരക്ഷിതരായിരിക്കും എന്ന് പറയാണ് ഇവിടെ. സോ ജോ ബിൽഡ് എ റൂം അണ്ടർ ദി ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ ബിൽറ്റ് എന്ന് വന്നത് കണ്ടോ? അപ്പോൾ എന്തുണ്ടായത്? അങ്ങനെ സോ ജോ എന്താ ചെയ്തത്? ബിൽറ്റ് എ റൂം, ഒരു റൂം പണിതു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അണ്ടർ ദി ഗ്രൗണ്ട് എന്ന് പറഞ്ഞാലോ അതായത് മണ്ണിനടിയിൽ അല്ലെങ്കിൽ നിലത്തിനടിയിൽ ഒരു മുറി പണിതു. ഹി ഹാഡ് ടു വർക്ക് റിയലി ഹാർഡ് ബിക്കോസ് ദ ഗ്രൗണ്ട് വാസ് ഹാർഡ്. ഹി ഹാഡ് ടു വർക്ക് റിയലി ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ നന്നായി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി ഗ്രൗണ്ട് വാസ് ഹാർഡ്, അതായത് നിലം കഠിനമായതിനാൽ അയാൾക്ക് നന്നായി വർക്ക് ചെയ്യേണ്ട വന്നു, അതായത് അയാൾക്ക് നന്നായി ജോലി ചെയ്യേണ്ട വന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ദ വെദർ വാസ് ഗുഡ് ഫോർ എ വെരി ലോങ് ടൈം. ബട്ട് ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ, ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം. അപ്പം എന്തിന് ശേഷം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മുറി പണിതതിന് ശേഷം ദ വെദർ വാസ് ഗുഡ് ഫോർ എ വെരി ലോങ് ടൈം. വെദർ എന്ന് പറഞ്ഞാൽ എന്താ? കാലാവസ്ഥ. വാസ് ഗുഡ് എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ലതായിരുന്നു. ഫോർ എ വെരി ലോങ് ടൈം, കുറേ നാളത്തേക്ക് കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദർ വാസ് നോ വിൻഡ് ആൻഡ് ജോ സ്പോക്ക് ആംഗ്രിലി. ഹി സെഡ്, വൈ ഡിഡ് ഐ ലിസൺ ടു മൈ നെയ്ബേഴ്സ്? ദർ വാസ് നോ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കാറ്റുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ജോ സ്പോക്ക് എന്ന് പറഞ്ഞാലോ സ്പീക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, സ്പോക്ക് എന്ന് പറഞ്ഞാലോ സംസാരിച്ചു. ആംഗ്രിലി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ സംസാരിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആംഗ്രിലി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ, ഇവിടെ സ്പോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിച്ചു. അപ്പോൾ ദേഷ്യത്തോടെ സംസാരിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി സെഡ്, എന്താണ് അയാൾ പറഞ്ഞത്? വൈ ഡിഡ് ഐ ലിസൺ ടു മൈ നെയ്ബേഴ്സ്. അപ്പോൾ അയാൾ സ്വയം പറയാണ്, എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ നെയ്ബേഴ്സ് പറയുന്നത് കേട്ടത് എന്ന് ഇവിടെ പറയാണ്. ലിസൺ എന്ന് പറഞ്ഞാൽ കേൾക്കുക, ശ്രദ്ധിക്കുക എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾ പറയാണ്, ഞാൻ എന്തിനാ അയൽവാസികൾ പറഞ്ഞത് കേട്ടത് എന്ന് അയാൾ പറയാണ്. ഐ ഷുഡിൻറ്റ് ഹാവ് ബിൽറ്റ് ദാറ്റ് റൂം അണ്ടർ ദി ഗ്രൗണ്ട്. ഐ ഷുഡിൻറ്റ് ഹാവ് ബിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പണിയാൻ പാടില്ലായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് റൂം, എന്ത് പണിയാൻ പാടില്ലായിരുന്നതെന്നാണ് ഉദ്ദേശിച്ചത്? ആ മുറി, അതായത് ആ മണ്ണിനടിയിലുള്ള ആ മുറി പണിയുണ്ടായിരുന്നു എന്ന് പറയാണ്. ദ വിൻഡ് നെവർ ബ്ലോസ് സ്ട്രോങ്ലി ഹിയർ, അതായത് ഇവിടെ കാറ്റ് ഒരിക്കലും ശക്തമായി വീശുന്നില്ല എന്ന് പറയാണ്. ബട്ട് വൺ ഡേ ദർ വാസ് എ വെരി സ്ട്രോങ് വിൻഡ് ആൻഡ് ജോ ആൻഡ് ഹിസ് ഫാമിലി ഹാഡ് ടു ഗോ ഡൗൺ ഇൻ ടു ദെയർ റൂം അണ്ടർ ദി ഗ്രൗണ്ട്. ബട്ട് വൺ ഡേ എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു ദിവസം, ദർ വാസ് എ വെരി സ്ട്രോങ് വിൻഡ്, അതായത് ഒരു ദിവസം ശക്തമായ ഒരു കാറ്റുണ്ടായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര സ്ട്രോങ് വിൻഡ് എന്ന് പറഞ്ഞാൽ ശക്തമായ കാറ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടി വന്നത്? ജോ ആൻഡ് ഹിസ് ഫാമിലി, അതായത് ജോയും അയാളുടെ കുടുംബവും എന്താ ചെയ്തത്? ഹാഡ് ടു ഗോ ഡൗൺ ഇൻ ടു ദെയർ റൂം, അതായത് ആ റൂമിലോട്ട്, അതായത് ആ മുറിയിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള മുറിയാണ് അണ്ടർ ദി ഗ്രൗണ്ട്, അതായത് മണ്ണിനടിയിലുള്ള ആ മുറിയിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദേ വെർ ദെയർ ഫോർ എ ലോങ് ടൈം, ദെൻ ദ വിൻഡ് സ്റ്റോപ്ഡ് ആൻഡ് ദേ കേം അപ്പ്. അവർ ദേ വെർ ദെയർ ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? അവർ അവിടെ കുറേ നേരം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ദ വിൻഡ് സ്റ്റോപ്ഡ് ആൻഡ് ദേ കേം അപ്പ്. ദെൻ എന്ന് പറഞ്ഞാൽ പിന്നെ, ദ വിൻഡ് സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ് നിലച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദേ കേം അപ്പ്, അപ്പോൾ ദി വിൻഡ് സ്റ്റോപ്ഡ് ആൻഡ് ദേ കേം അപ്പ് എന്ന് പറഞ്ഞാൽ കാറ്റ് നിലച്ചപ്പോൾ അവരെന്താ ചെയ്തത്? ദേ കേം അപ്പ്, അവർ മുകളിലോട്ട് വന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓൾ ദി വിൻഡോസ് ആൻഡ് ഡോർസ് ഇൻ ദെയർ ഹൗസ് വർ ബ്രോക്കൺ. ഓൾ ദി വിൻഡോസ് ആൻഡ് ഡോർസ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനലുകളും വാതിലുകളും, എവിടുത്തെ? ഇൻ ദെയർ ഹൗസ്, അവരുടെ വീട്ടിലത്തെ എല്ലാ ജനലുകളും വാതിലുകളും വേർ ബ്രോക്കൺ എന്ന് പറഞ്ഞാലോ പൊട്ടിയിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജനലുകളും വാതിലുകളൊക്കെ നശിച്ചിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജോ വാസ് നോട്ട് ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ ജോ നിരാശനായില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ വാട്ട് ഹി ഹാഡ് ഡൺ, അയാൾ എന്താണോ ചെയ്തത് ആ കാര്യത്തിൽ അയാൾ നിരാശനായില്ല. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? മുറി പണിതതിൽ അയാൾ നിരാശനായില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആൻഡ് സെഡ്, പറഞ്ഞു, ഐ എം ഗ്ലാഡ് ദാറ്റ്, അതായത് എനിക്ക് സന്തോഷമുണ്ട്. എന്തിൽ? ദാറ്റ് ഐ ബിൽറ്റ് ദാറ്റ് റൂം, ഞാൻ ആ മുറി പണിതു, അതായത് ഞാൻ ആ മുറി പണിതതിൽ ഞാൻ സന്തോഷവാനാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
അതായത് അയാൾ അണ്ടർഗ്രൗണ്ടിൽ റൂം പണിയാം എന്നുള്ളൊരു തീരുമാനം ഉചിതമായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വായിച്ച എല്ലാ സെൻറ്റൻസിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷനും എങ്ങനെയാണ് വായിക്കുക എന്നൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ വായിച്ച് മനസ്സിലാക്കിയ അനുസരിച്ച് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പോവുക, അതായത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ജോസ് ഫാദർ? ഓപ്ഷൻ എ, he was a farmer. Option B, he was a teacher. എന്താണ് ആൻസർ? ഓപ്ഷൻ എ, he was a farmer. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം? ജോയുടെ ഫാദർ ആരായിരുന്നു? ഓപ്ഷൻ എ, he was a farmer, അതായത് അയാളൊരു കർഷകനായിരുന്നു. ഓപ്ഷൻ ബി, അയാളൊരു അധ്യാപകനായിരുന്നു. എന്താണ് ആൻസർ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ എ, he was a farmer. വെരി ഗുഡ്. In the second question, was his father rich? Option A, no, he was not. Option B, yes, he was. എന്താണ് ആൻസർ? ഓപ്ഷൻ എ, നോ, ഹി വാസ് നോട്ട്. ഇവിടെ എന്താ ചോദിക്കുന്നത്? വാസ് ഹിസ് ഫാദർ റിച്ച് എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ, അതായത് ജോയുടെ അച്ഛൻ റിച്ച് ആയിരുന്നോ, അതായത് ധനികനായിരുന്നോ? എന്താണ് ആൻസർ? അല്ലായിരുന്നു. അപ്പോൾ നോ, ഹി വാസ് നോട്ട് റിച്ച്. Next question, why did Joe leave his father's farm? Option A, because the wind was very strong there. Option B, because he wanted a farm in a better place. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി, because he wanted a farm in a better place. ഇവിടെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് ജോക്ക് ഫാദർ, അതായത് ജോയുടെ അച്ഛൻ്റെ ഫാം എന്തുകൊണ്ടാണ് ലീവ് ചെയ്യേണ്ടത് വന്നത്, അതായത് ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്? ദ വിൻഡ് വാസ് വെരി സ്ട്രോങ്, അതായത് അവിടുത്തെ കാറ്റ് വളരെ ശക്തമായിരുന്നു. അതല്ല കാരണം. എന്തായിരുന്നു കാരണം? അയാൾക്ക്, അതായത് ജോക്ക് ഫാം കുറച്ചുകൂടി നല്ലൊരു സ്ഥലത്തായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഓപ്ഷൻ ബി വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why did he need a room under the ground? Option A, because the doors and windows of his farm were broken. Option B, because there were very strong winds in that place. എന്താണ് ആൻസർ? വെരി ഗുഡ്. ഓപ്ഷൻ ബി, because there were very strong winds in that place. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം? എന്തിനാണ് ജോക്ക് മണ്ണിനടിയിൽ ഒരു മുറി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു ജോക്ക് അങ്ങനെ ഒരു മുറിയുടെ ആവശ്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ എന്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്? ഫാമിൻ്റെ വിൻഡോസും, അതായത് ഫാമിൻ്റെ ജനലും അതുപോലെ തന്നെ വാതിലുകളും ബ്രോക്കൺ, പൊട്ടിയിരുന്നു. അതായിരുന്നു റീസൺ? അതല്ല. ബിക്കോസ് എന്തുകൊണ്ടായിരുന്നു? അവിടെ വളരെ ശക്തമായ കാറ്റുണ്ടായിരുന്നു ആ സ്ഥലത്ത്, അതുകൊണ്ടാണ്. അപ്പം ആ സ്ഥലത്ത് ഇങ്ങനെ ശക്തമായ കാറ്റുണ്ടാകും എന്ന് പറഞ്ഞത് ആരാണ്? നെയ്ബറാണ്, അതായത് അയൽവാസിയാണ് അത് പറഞ്ഞത്. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഹി ഗോ ഡൗൺ ഇൻ ടു ദ റൂം അണ്ടർ ദി ഗ്രൗണ്ട് വൺ ഡേ? ഓപ്ഷൻ എ, ബിക്കോസ് ദ വെദർ വാസ് വെരി കോൾഡ്. ഓപ്ഷൻ ബി, ബിക്കോസ് ദർ വാസ് എ വെരി സ്ട്രോങ് വിൻഡ്. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി, ബിക്കോസ് ദർ വാസ് എ വെരി സ്ട്രോങ് വിൻഡ്. ഒരു ദിവസം എന്തുകൊണ്ടാണ് മണ്ണിനടിയിലെ റൂമിലേക്ക് പോയത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് മണ്ണിനടിയിലെ മുറിയിലേക്ക് എന്തിനാണ് പോയതെന്ന് ചോദിക്കുകയാണ്. എന്താണ് അതിന് കാരണം? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? വെദർ വാസ് വെരി കോൾഡ്, ഭയങ്കര, അതായത് കാലാവസ്ഥ ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നോ? അല്ല. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി, ശക്തമായ കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ മുറിയിലേക്ക് പോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വെൻറ്റ് ടു ദ അണ്ടർഗ്രൗണ്ട് റൂം വിത്ത് ഹിം? ഓപ്ഷൻ എ, ഹിസ് ഫാമിലി. ഓപ്ഷൻ ബി, ഹിസ് നെയ്ബർ. എന്താണ് ആൻസർ? ഓപ്ഷൻ എ, ഹിസ് ഫാമിലി. അപ്പം ആരാണ് അയാളുടെ കൂടെ മണ്ണിനടിയിലെ റൂമിലേക്ക് പോയത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ആരാണ് പോയത്? അയാളുടെ കുടുംബമാണ്. അപ്പം എന്താണ് ആൻസർ? ഹിസ് ഫാമിലി. അപ്പം നമ്മൾ ഫസ്റ്റ് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇനി നമ്മൾ സെക്കൻഡ് എക്സസൈസിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വായിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമ്മൾ ഈ വായിച്ച് മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഷോർട്ട് പാരഗ്രാഫിൽ പറയാൻ പോവാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ മുൻപ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളതെന്ന്. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാം. അപ്പം നമുക്ക് വായിച്ചു തുടങ്ങിയാലോ? Joe worked on his father's or son's farm. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം തൊട്ട് വായിക്കുക.
അതായത് ജോ വർക്ക്ഡ് തൊട്ട് വായിച്ച് കറക്റ്റ് ആൻസർ പറയാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പറഞ്ഞു നോക്കിയാലോ. എൻ്റെ ഒപ്പം നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ജോ വർക്ക്ഡ് ഓൺ ഹിസ് ഫാദേഴ്സ് ഫാം. വെരി ഗുഡ്. ഹിസ് ഫാദർ വാസ് എ റിച്ച് ഓർ പുവർ മാൻ? എന്താണ് ആൻസർ? ഹിസ് ഫാദർ വാസ് എ പുവർ മാൻ. വെരി ഗുഡ്. എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ജോസ് ഫാദർ, ജോ ബോട്ട് അനദർ ഓർ ദി ഫാം. എന്താണ് ആൻസർ? ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഹിസ് ഫാദർ, ജോ ബോട്ട് അനദർ ഫാം. വെരി ഗുഡ്. വേറൊരു ഫാമാണ് വാങ്ങിയത് അല്ലേ? ഹീ ദെൻ ബോട്ട് ഓർ മെയ്ഡ് എ റൂം അണ്ടർ ദി ഗ്രൗണ്ട് ബിക്കോസ് ഹിസ് ഫാദർ ഓർ നെയ്ബർ സെഡ്. എന്താണ് ആൻസർ? അപ്പം നമുക്കിതിനെ 2 ആയി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് വായിച്ചു നോക്കിയാലോ. ഹീ ദെൻ ബോട്ടാണോ മെയ്ഡാണോ? എക്സലൻറ്റ്. ഹീ ദെൻ മെയ്ഡ് എ റൂം അണ്ടർ ദി ഗ്രൗണ്ട്. അപ്പോൾ മെയ്ഡ് എന്ന് വന്നത് എന്തുകൊണ്ടാണ്? അവിടെ അയാളൊരു മുറി ഉണ്ടാക്കുകയാണ് ചെയ്തത്, അല്ലാതെ വാങ്ങിക്കല്ല അല്ലേ ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ മെയ്ഡ് വന്നത്. അപ്പോൾ ഹീ ദെൻ മെയ്ഡ് എ റൂം അണ്ടർ ദി ഗ്രൗണ്ട് ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ ഹിസ് ആര് പറഞ്ഞുകൊണ്ടാണ്? നെയ്ബേഴ്സ് സെഡ്, അതായത് അയൽവാസികൾ പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ മുറി പണിതത് അല്ലേ? അപ്പോൾ അയൽവാസി എന്താണ് പറഞ്ഞത്? ദി വിൻഡ് ക്യാൻ ബീ ഓർ ബ്ലോ വെരി സ്ട്രോങ്ലി ഹിയർ ആൻഡ് യു വിൽ നോട്ട് ബി സേഫ് ഇൻ യുവർ ഹൗസ് ദെൻ. എന്താണ് ആൻസർ? ദി വിൻഡ് ക്യാൻ ബ്ലോ വെരി സ്ട്രോങ്ലി ഹിയർ ആൻഡ് യു വിൽ നോട്ട് ബി സേഫ് ഇൻ യുവർ ഹൗസ് ദെൻ. ബട്ട് ദി വിൻഡ് ഡിഡ് ഓർ വെദർ വാസ് നോട്ട് ബ്ലോ ഫോർ എ ലോങ് ടൈം. എന്താണ് ആൻസർ? ബട്ട് ദി wind did not blow for a long time. And Joe was angry or happy? Joe was angry. Then the wind stopped or there was a very strong wind and it broke the doors and windows of Joe's house. എന്താണ് ആൻസർ? Then there was a very strong wind and it broke the doors and windows of Joe's house. Finally, Joe was happy or unhappy for making the underground room? എന്താണ് ആൻസർ? കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.